Welcome to revision class. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ചില കുട്ടികളിപ്പോൾ നമ്മളോട് ഡൗട്ട് ചോദിച്ചത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3x ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് ചെയ്താൽ ഇത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x പ്ലസ് 3. ഇതിങ്ങനെ എഴുതി വിചാരിക്കുക. പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 1. ഓക്കെ, ഞാനൊക്കെ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഒന്നുമുണ്ട്. ബ്രാക്കറ്റ് ഇട്ടില്ലുള്ള പ്രശ്നം എന്താ? ഈ ബ്രാക്കറ്റിൻ്റെ നിർബന്ധമൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞെന്നാൽ ചില ആൾക്കാരെങ്കിലും അധികം ആൾക്കാർ ഇതൊന്നും പ്രശ്നമാക്കില്ല, പക്ഷേ കുറേ ആൾക്കാരുടെ പ്രശ്നമാണിത്. ഈവൻ സയൻസിലെ കുട്ടികൾ പോലും തെറ്റിക്കുന്ന പ്രശ്നം, വെറുതെ എഴുതാത്ത ഒരു പ്രശ്നമുള്ള ഇതാണിത്. ഇത് നിർബന്ധമായിട്ട് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ നമുക്ക് 10 ഇൻറ്റു 20 ഗുണിക്കണം. ആക്ച്വലി ആൻസർ എത്ര? 200. ഞാൻ 10നെ 3 കഷ്ണങ്ങളാക്കി, 2 പ്ലസ് 3 പ്ലസ് 5. 20നെ ഞാൻ 3 കഷ്ണങ്ങളാക്കി, 4 പ്ലസ് 5 പ്ലസ് 11. ആക്ച്വലി ഇത് ഞാൻ ബ്രാക്കറ്റ് ഇടാതെ എഴുതിയെന്ന് വിചാരിക്കുക. ബ്രാക്കറ്റ് ഇടാതെ എങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക? കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ച് 2 പ്ലസ് 3 പ്ലസ് 5 ഇൻറ്റു 4 പ്ലസ് 5 പ്ലസ് 11. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ എന്താ ആൻസർ കിട്ടുക? കാൽക്കുലേറ്റ് ചെയ്യുക 2 പ്ലസ് 3 പ്ലസ് 5. ഈ പ്രൊഡക്റ്റ് ആദ്യം അങ്ങോട്ട് ചെയ്യും. പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആദ്യം ചെയ്യും. അതേത് ഓർഡറിലായാലും കുഴപ്പമില്ല. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലും ഡിവിഷൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നാണ്. അതേത് ഓർഡറിൽ ചെയ്താലും മതി. അതേപോലെ പ്ലസും മൈനസും സെയിം ആണ്, അഡീഷനും സബ്സ്ട്രാക്ഷനും സെയിം ആണ്. അതേത് ഓർഡറിൽ എടുക്കുക. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യും. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യും. അതാണല്ലോ നമ്മളെ ബോർഡ് മാസ് എന്ന് പറഞ്ഞത്. ബോർഡ് മാസ് ഇതെപ്പോഴും ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ഡിവിഷൻ ഒക്കെ ഓൻ്റെ എന്താ അറിയില്ല. ബ്രാക്കറ്റ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് മാറിയാച്ച് കുഴപ്പമില്ല, അഡീഷൻ സബ്സ്ട്രാക്ഷൻ അങ്ങോട്ട് മാറിയാച്ച് കുഴപ്പമില്ല. അപ്പോൾ ബ്രാക്കറ്റാണ് ആദ്യം വരിക, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നോക്ക്, മൾട്ടിപ്ലിക്കേഷൻ എന്താ വരും? 5 ഇൻറ്റു 4 20. അപ്പോൾ 2 പ്ലസ് 3 പ്ലസ് 4 20 പ്ലസ് 5 പ്ലസ് 11 എന്നാണ് വരിക. അപ്പോൾ 2 3 5 5 25 30 41 എന്നാണ് ആൻസർ കിട്ടുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇതൊന്ന് അടിച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റർ 2 പ്ലസ് 3 പ്ലസ് 5 ഇൻറ്റു 4 പ്ലസ് 5 പ്ലസ് 11 എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 41 എന്നാണ്. ശരിക്കും 41 ആൻസർ. 10 ഇൻറ്റു 20 200 അല്ലേ? അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ എഴുതണമെന്ന് അറിയോ? ഇത് ഒരു ബ്രാക്കറ്റിൽ 10 ഒരു ഇതാണ്, 20 എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് ബ്രാക്കറ്റ് ഇട്ടാലേ അതിൻ്റെ കിട്ടും. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഇട്ടാൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റർ ചെയ്യുക? കാൽക്കുലേറ്ററിന് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന് ഇത് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ഇത് ബ്രാക്കറ്റ് ചെയ്യുക. ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യുക. ആദ്യം ബ്രാക്കറ്റ് ചെയ്യും. അപ്പോൾ 2 3 5 പ്ലസ് 5 10, പിന്നെ 4 5 9 12 20. എന്നാൽ അത് 2 മൾട്ടിപ്ലൈ ചെയ്യും. 10 ഇൻറ്റു 20 200 എന്ന് കിട്ടും. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്? അപ്പോൾ നിങ്ങളതിനെ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഇതിന് ബ്രാക്കറ്റ് എഴുതൽ നിർബന്ധമാണ്. പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x ഇൻറ്റു ഇതിനും ബ്രാക്കറ്റ് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 1. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾ ഇതിനെ എന്താ ചെയ്യേണ്ടത്? എക്സ് സ്ക്വയറിനെ ഈ 2 കൊണ്ടും ഗുണിക്കുക. എക്സ് സ്ക്വയർ ഇൻറ്റു 2x 2x ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു 3 3x സ്ക്വയർ, പിന്നെ എക്സിനെ ഇത് 2 കൊണ്ട് ഗുണിക്കുക. മൈനസ് എക്സ് ഇൻറ്റു 2x മൈനസ് 2x സ്ക്വയർ, മൈനസ് എക്സ് ഇൻറ്റു 3 മൈനസ് 3x, പിന്നെ 1നെ 1 ഇൻറ്റു 2x പ്ലസ് 2x, 1 ഇൻറ്റു 3 3. അതേപോലെ ഇതും അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഒക്കെ കൂടി എന്ത് ചെയ്യുക? 3x സ്ക്വയർ 2x സ്ക്വയർ 2x സ്ക്വയർ കുറച്ചാൽ കുറേ എണ്ണം അങ്ങനെ ക്യാൻസൽ ചെയ്തൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ചെറിയൊരു ആൻസർ കിട്ടും. 2x ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൻസർ കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൻ്റെ പ്രാധാന്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊക്കെ ചെയ്താൽ ഫുള്ള് തെറ്റും എക്സാമിന്. ഇനി നമ്മളെ വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റ് റൂളും സം റൂളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുക. ഡിഫറൻസിയേഷൻ്റെ ഏത് പ്രൊഡക്റ്റ്, പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റ് മറ്റേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കാണാനുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതിൽ എഫ് ഓഫ് എക്സിന് നമ്മൾ റൂട്ട് എക്സ് കൊടുത്താൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ്
ബൈ എച്ച്. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നാലാണ് 1/2 റൂട്ട് എക്സ് എന്ന് കിട്ടുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണെന്ന്. അതേപോലെ ലോഗ് എക്സ് ഇവിടെ കൊടുത്താൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണെന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ എണ്ണത്തിൻ്റെ 2-3 എണ്ണത്തിൻ്റെ ഒക്കെ ഞാൻ ചെയ്തത് നിങ്ങളെ വീഡിയോയിലുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. ചിലപ്പോൾ ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ചോദിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അധികം ആ ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് പഠിക്കാൻ പറ്റാത്തൊരു വലിയ പ്രശ്നമാക്കണ്ട. ഈ ഡെറിവേഷൻ പോലെയുള്ള കുറച്ചൊരു പ്രൂഫ് പോലുള്ളൊരു സാധനമാണ്. അത് പഠിക്കാൻ കഴിഞ്ഞില്ല വെച്ച് ബുദ്ധിമുട്ടാവണ്ട. അത് അത്രയ്ക്ക് വെരി ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, അതൊരു 60% ചാൻസ് ഉള്ളൂ ചോദിക്കാൻ. ഓക്കെ, 60% ചാൻസേ ചോദിക്കാനുള്ളൂ. അധികം ചോദിക്കാൻ ചാൻസ് കുറവ് തന്നെയാണ് ശരിക്കും. 40% ചാൻസ് ഉള്ളൂ ചോദിക്കാൻ. പിന്നെ അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറ്റുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാം. പിന്നെ നമ്മൾ സം റൂള്, പ്രൊഡക്റ്റ് റൂളും ഒക്കെ പറഞ്ഞ് കോഷ്യൻ റൂള് ഞാൻ വീഡിയോയിൽ ചെയ്തില്ല. കോഷ്യൻ റൂള് എനിക്ക് തോന്നുന്നു ടീച്ചറാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. ടീച്ചർ വീഡിയോ ആണോ ഓൺലൈൻ നേരിട്ട് ഡയറക്റ്റ് ക്ലാസ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി പഠിക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ കോഷ്യൻ റൂളിൽ ഒരു പ്രോബ്ലം ചെയ്തു തരാം. f(x) ഈക്വൽ ടു അല്ലെങ്കിൽ y ഈക്വൽ ടു e⁻x ബൈ റൂട്ട് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? y' ഈക്വൽ ടു എങ്ങനെ കാണാം? അങ്ങനെയാണ് റൂട്ട് എക്സ് ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ e⁻x മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു e⁻x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഞാനിവിടെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി x² എടുത്ത് റൂട്ട് എക്സ് ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x മൈനസ് x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പം എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അങ്ങനെയാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അല്ലേ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ അതാണ് വരിക. താഴെ ഉള്ളത് ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തത് ഇൻറ്റു താഴെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് ബൈ താഴെ ഉള്ളതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? റൂട്ട് എക്സ് ഇൻറ്റു 2x 2 ഇൻറ്റു എക്സ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1ഉം x⁻½ ആണ്. 1ഉം ½ കൂടി എന്ത് വരും? x⁻1 + 1/2 എന്ന് വരും. x⁻3/2 എന്ന് വരും. അപ്പോൾ 2x⁻3/2 മൈനസ് x² ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഇത് പുറത്തായി പോകും. x⁻3/2/2 ബൈ എക്സ്. കാരണം എന്താ അറിയോ? വിച്ച് ഈസ് ഈക്വൽ ടു നോക്ക് ഇതെന്താ സാധനം? x² ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ പിന്നെ ആദ്യം തന്നെ അങ്ങനെ ചെയ്താൽ പോരാ? ശരിക്കും ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ ചെയിൻ റൂൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് ചെയിൻ റൂൾ വെച്ച് ചെയ്യേണ്ടതില്ല. ആക്ച്വലി ഇതെന്താ സാധനം? x⁻2 2 മൈനസ് എക്സ്. ഇത് എത്ര? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x⁻½ അപ്പോൾ x⁻m ബൈ x⁻n എന്താ? x⁻m-n. അപ്പോൾ x⁻2 മൈനസ് അര, 2 അര പോയാൽ 1.5 x⁻1.5 അതായത് x⁻3/2 ശരിക്കും ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര? x⁻3/2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3/2 x⁻3/2 മൈനസ് 1 ദാറ്റ് ഈസ് 3/2 x⁻3/2 1 പോയാൽ 1/2 3/2 ഇൻറ്റു x⁻½ എന്നാണ് 3/2 റൂട്ട് എക്സ് എന്നാണ് ആൻസർ. 3/2 റൂട്ട് എക്സ് ആണ് ആൻസർ കിട്ടോ. 3/2 റൂട്ട് എക്സ് ആണ് ആൻസർ കിട്ടുക. അങ്ങനെ ചെയ്താൽ മതി ശരിക്കും. അപ്പോൾ ഇതുവരെ x² ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻3/2 ആണ്. പിന്നെ ഒരു /2 ഉണ്ട്. ബൈ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ 2 x⁻3/2 എന്ന് അര x⁻3/2. ഇതെന്താ ശരിക്കും? 1/2 x⁻3/2 എന്ന് പറഞ്ഞാൽ 1/2 x⁻3/2 ആണിത്. അപ്പോൾ x⁻3/2 പുറത്തെടുത്താൽ എന്തുണ്ടാവും? x⁻3/2 പുറത്തെടുത്താൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു -1/2 ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പം വീണ്ടും എന്ത് വരും? x⁻3/2 ഇൻറ്റു 2 - 1/2 കാരണം 3/2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 3/2 പുറത്തെടുത്ത് 3/2 ഇൻറ്റു x⁻3/2 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ x⁻3/2 - 1 ആണ്.
ദാറ്റ് ഈസ് 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 - 1 എന്നാണ് 1/2. ദാറ്റ് ഈസ് 3/2 √x. ഇതാ ഇവിടെ കിട്ടി 3/2 √x ആണ് ആൻസർ. അപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ കാണേണ്ടത്, ഇത് ഇങ്ങനെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. x² / √x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, x റേസ് ടു 3/2 ആണ്. x റേസ് ടു 3/2ന്റെ ഡെറിവേറ്റീവ് എന്താ, 3/2 √x ആണ്. അങ്ങനെ ചെയ്താൽ മതി, എക്സാമിന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഞാനിത് ചെയിൻ റൂളിലൂടെ ചെയ്താണ്, ചെയിൻ റൂൾ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ചെയിൻ റൂൾ ചെയ്താലും നമുക്ക് ഇതേ ആൻസർ കിട്ടും. ഓക്കെ, അല്ല ചെയിൻ റൂൾ അല്ല, കോഷ്യൻ റൂൾ കേട്ടോ, കോഷ്യൻ റൂള്. അതുപോലെ y = 1/√x. ഓക്കെ, ഇത് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യുക, ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് വേറൊരാൾ ചോദിച്ചത്. ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഇന്നലെ വാട്സപ്പിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി ചെയ്ത്, അതേ കുട്ടിക്ക് തന്നെ ഞാൻ ഹിൻഡ് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഇനി സമയം പോക്കണ്ട. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഡൗട്ട്. ചെയിൻ റൂൾ വെച്ചിട്ട് e⁻x² ഡെറിവേറ്റീവ്, e⁻x² ഡെറിവേറ്റീവ് എന്ത്, ഇത് ചോദിച്ചതാണ് എക്സാമിന്. e⁻x² ഡെറിവേറ്റീവ് അല്ലെങ്കിൽ e⁻t² ഡെറിവേറ്റീവ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻t² എന്ന് ചോദിച്ചാൽ, വെറുതെ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻t² എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണെന്നാ. വിത്ത് റെസ്പെക്ട് ടു ടി എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കുക, e⁻t² ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ എന്താ ആൻസർ, e⁻t² t² ഡെറിവേറ്റീവ് ആയ 2t. ഇതാണ് ആൻസർ, ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് അത് കിട്ടിയത്, ഒന്നുമില്ല. നമുക്കറിയാം e⁻x² നമുക്കറിയില്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. ആരാണത്, e⁻t അല്ലെങ്കിൽ e⁻x അല്ലെങ്കിൽ e⁻u, ഇവരുടെയൊക്കെ ഡെറിവേറ്റീവ് നമുക്കറിയാം. e⁻uവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്താ, e⁻u ആണ്. e⁻tൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താ, e⁻t ആണ്. അത് നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ e⁻u അല്ലെങ്കിൽ e⁻t ഫോമിലേക്ക് ആക്കുക. അപ്പോൾ നമ്മൾ പുട്ട് u = ഇയാൾക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഈ u = x² കൊടുത്താൽ നമ്മൾ ഇതിന് ചോദ്യം y = ആണെങ്കിൽ y = എന്തായി മാറി, e⁻x² പകരം u ആയി, e⁻u ആയി. y = അപ്പോൾ dy/dx ആണ് നമ്മളോട് ചോദ്യം അല്ലേ. ദ ഡെറിവേറ്റീവ് ഓഫ് e⁻x² എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്താ, ചോദ്യത്തിലെ വേരിയബിൾ എന്താ, x ആണ്. അതുകൊണ്ട് തന്നെ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻x² എന്ന് ചോദിച്ചാൽ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇവിടുത്തെ ചോദ്യത്തിലെ വേരിയബിൾ x ആയതുകൊണ്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് ചോദ്യം. അപ്പം dy/dx, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ dy/y ഉള്ള e⁻u ഒരു ഫംഗ്ഷൻ ഓഫ് u ഫോമില. അപ്പോൾ dy/du ചെയ്യുക, എന്നിട്ട് du/dx ചെയ്യുക. ഫലത്തിൽ എന്താവും, du ക്യാൻസൽ ആയിട്ട് dy/dx തന്നെ കിട്ടും. dy/du എന്താ, y എന്ന് പറഞ്ഞാൽ e⁻u ആണ്. e⁻uവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u, e⁻uവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u എന്താ, e⁻u തന്നെ, e⁻u ഇൻറ്റു du/dx. du/dx എന്താ, യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ, യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്നാ, x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 2x, വിച്ച് ഇസ് ഈക്വൽ ടു e⁻u എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും x² തന്നെ തിരിച്ചു കൊടുക്കുക, e⁻x² ഇൻറ്റു 2x. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് e⁻x² ഇൻറ്റു 2x. ഇതിൻ്റെ ആൻസർ എന്താ, e⁻x² ഇൻറ്റു x² ഡെറിവേറ്റീവ് ആയ 2x. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റണം, log 3x + 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ, log u എന്ന് വിചാരിക്കുക, ഇതിന് u എന്ന് വിചാരിക്കുക. അപ്പോൾ 1/3x + 5, log uവിൻ്റെ ഡെറിവേറ്റീവ് 1/3x + 5 ഇൻറ്റു, വെറുതെ അങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, 1/3x + 5 എഴുതിയാൽ മാത്രം പോരാ. log z-ൻ്റെ ഡെറിവേറ്റീവ് 1/z, log uവിൻ്റെ ഡെറിവേറ്റീവ് 1/u. 1/u എഴുതിയിട്ട് എന്ത് വേണം, വിത്ത് റെസ്പെക്ട് ടു യു അല്ല നമ്മൾ ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു എക്സാ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് യുവിലാണ്, വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് ചെയ്തത്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ആണ് 1/u, അതാണ് നമ്മൾ ചെയ്തത്. ഇൻറ്റു du/dx ചെയ്യണം. 3x + 5ൻ്റെ ഡെറിവേറ്റീവും കൂടി എഴുതണം. 3x + 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3 ആണ്. 3x-ൻ്റെ 3, 5ൻ്റെ 0, 3 ആണ്. അതും കൂടി എഴുതണം. അപ്പോൾ 3/3x + 5 ആണ് ആൻസർ. ഇനി ഇങ്ങനെ മനസ്സിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ചെയ്യുക. u = എന്ത് കൊടുക്കുക, 3x + 5. ദെൻ y = എന്തായി മാറും, y = log u ആവും. dy/dx എന്തായി മാറും, dy/du ഇൻറ്റു du/dx. dy/du എന്താ, log uവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u എന്ന് പറഞ്ഞാൽ 1/u. 1/u ഇൻറ്റു du/dx എന്താ, ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു x എന്താ, ഡെറിവേറ്റീവ് 3 ആണ്. സോ 1/3x + 5, u എന്ന് പറഞ്ഞാൽ 3x + 5 ഇൻറ്റു 3 ആണ് ആൻസർ. ഓക്കെ,
ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചെയ്ത് തന്നെയാണ്. ഇതാണ് ചെയിൻ റൂള്. ഇനി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് y ഈക്വൽ ടു 1/x² ആണെങ്കിൽ y ഈക്വൽ ടു -1/x² ആണെങ്കിൽ ഷോ ദാറ്റ് x² y ഡബിൾ ഡാഷ് പ്ലസ് അല്ല, വേറൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചത്, y ഈക്വൽ ടു 1/x² ആണെങ്കിൽ x⁴ y ഡബിൾ ഡാഷ് പ്ലസ് x³ y ഡാഷ് -4 ഈക്വൽ ടു 0 പ്രൂവ് ചെയ്യാൻ. വളരെ ഈസി അല്ലത്. y ഈക്വൽ ടു 1/x² ആണെങ്കിൽ x⁴ y ഡബിൾ ഡാഷ് പ്ലസ് x³ y ഡാഷ് -4 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ y ഈക്വൽ ടു 1/x² ആണെങ്കിൽ y ഡാഷ് എന്താ വരിക, y ഡാഷ് വരിക x² ഇൻറ്റു 0, y ഡാഷ് വരിക ഇതിൻ്റെ ഡെറിവേറ്റീവ് കോഷ്യൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇതിനെ, x² ഇൻറ്റു 0 -1 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x ഡിവൈഡഡ് ബൈ x² ഇസ് ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. ഇത് -2x ബൈ x⁴ ഇറ്റ് ഈസ് -2/x³. അപ്പോൾ എന്താ കിട്ടിയത്, y ഡാഷ് ഈക്വൽ ടു -2/x³ എന്ന് കിട്ടും. x³ എങ്ങോട്ട് എടുത്താൽ x³ y ഡാഷ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ x³ ഇൻറ്റു y ഡാഷിൻ്റെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ x³ y ഡബിൾ ഡാഷ് പ്ലസ് 3x² y ഡാഷ് ഈക്വൽ ടു 0. ശരിക്കും ഇങ്ങനെയാണല്ലോ കിട്ടുക. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇതല്ല സാധനം. y ഈക്വൽ ടു 1/x², x⁴ y ഡാഷ് x³ y ഡാഷ് -4. ചോദ്യം y ഈക്വൽ ടു 1/x² ആണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക, ഇങ്ങനെയാണ് കിട്ടുക, ഇതാണ് കിട്ടുക. ഓക്കെ. ഇനി വേറൊന്ന്, ഞാൻ നേരത്തെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും പറഞ്ഞപ്പോൾ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്. അപ്പോൾ എല്ലാ വീഡിയോയും കണ്ടാലേ പിന്നെ എല്ലാം കിട്ടുള്ളൂ ഇപ്പം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതാ f(x) ഈക്വൽ ടു ഇപ്പോൾ x³ ആണെന്ന് വിചാരിക്കുക. f(x) ഈക്വൽ x³ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, 0ൽ 0, 1ൽ 1, -1ൽ -1, 2ൽ 8, -2ൽ -8 ഇതൊക്കെ കൂടി വരച്ചാൽ -8 ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് നമുക്ക് y ഈക്വൽ x³ ഗ്രാഫ് കിട്ടുക. y ഈക്വൽ x³. ഇതിൽ y ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് എടുക്കുക. f(x) ഈക്വൽ ടു x³ എന്ന് എടുക്കുക. f(x) ഈക്വൽ ടു x³ ആണല്ലോ. f'(x) എന്താ വരിക, 3x² ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുന്ന സ്ഥലത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. f'(x) പോസിറ്റീവ് അറ്റ് x ഈക്വൽ ടു c ആണെങ്കിൽ f ഈസ് ഇൻക്രീസിങ് അറ്റ് x ഈക്വൽ ടു c. അല്ലെങ്കിൽ c എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് വേണ്ട, ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ f ഇൻക്രീസിങ് ആയിരിക്കും ആ പോയിന്റിൽ. f'(x) നെഗറ്റീവ് ആണെങ്കിൽ f ഡിക്രീസിങ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, f'(x) 3x² ആണ്. x² എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവാണ്. ഒരു സംഖ്യേൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ്. 3x² ഈസ് ഓൾവേസ് പോസിറ്റീവ്. x നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ട് f'(x) എന്താ, എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് f ഈസ് ഇൻക്രീസിങ് എവരിവെയർ.
എവരിവെയർ എന്ന് പറഞ്ഞാൽ നോക്ക് വലത്തോട്ട് പോകും തോറും ഈ ഗ്രാഫ് എന്താ വരുന്നത് നോക്ക് മുകളിലേക്കല്ലേ പോണത്. വലത്തോട്ട് പോകും തോറും ഇത് ഇങ്ങനെ പോണത്. വലത്തോട്ട് പോകും തോറും ഇത് ഉയർന്നു വലത്തോട്ട് പോകും തോറും ഉയർന്നു പോവുക ചെയ്യണത്. വലത്തോട്ട് പോകും തോറും ഉയർന്നു വരികയാണെങ്കിൽ ഇൻക്രീസിങ്, വലത്തോട്ട് പോകും തോറും താഴ്ന്ന വരുന്നതെങ്കിൽ ഡിക്രീസിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഉയർന്നാ പോണത്. അതുകൊണ്ട് y = f(x)³ അല്ലെങ്കിൽ y = x³ എന്നുള്ള ഗ്രാഫ് എപ്പോഴും ഇൻക്രീസിങ് ആണ്. അപ്പോൾ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ഇൻക്രീസിങ് എന്ന് കാണിക്കുകയാണെങ്കിൽ f(x) = x³ f'(x) = 3x² which is greater than for every x element of r എന്ന് എഴുതുക. for every എങ്ങനെ എഴുതുക? v ഇട്ടിട്ടൊരു വെട്ട്. for every x element of r therefore f is increasing everywhere. ഇനി ഞാൻ നേരത്തെ കണ്ടത് അവിടെ ഇത് ഇൻക്രീസിങ് ആണ് അല്ലേ, ഇത് ഇൻക്രീസിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു 2 എന്ന പോയിന്റ് എടുത്ത് വിചാരിക്കുക. 2 എന്നുള്ള പോയിന്റിൽ ഇത് എന്താ വരിക? 2 എന്നുള്ള പോയിന്റ് ഇതെന്താ ഫംഗ്ഷൻ? f(x) = x² ആണിത്. f(x) = x² ആണ്. f'(x) എന്താ വരിക? f'(x) 2x ആ വരിക. അപ്പോൾ 3 നിർത്തിയായിരിക്കുക. 3 ആണെങ്കിൽ ഇത് 9 ആ വരിക. അപ്പോൾ f'3 എന്താ? f'3 വരെ 2 × 3 = 6 which is പോസിറ്റീവ്. f'3 പോസിറ്റീവ് ആയതുകൊണ്ട് 3 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ശരിയല്ലേ? നമ്മളെ സ്ലോപ്പ് വരച്ചാൽ സ്ലോപ്പ് എന്താ? പോസിറ്റീവ് സ്ലോപ്പാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോസിറ്റീവ് സ്ലോപ്പാണ്. ഇങ്ങനെ വരുമ്പോഴാണ് നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ പോസിറ്റീവ് സ്ലോപ്പ്, ഇവിടെ ഇങ്ങനെയുള്ളതൊക്കെയാണ് നെഗറ്റീവ് സ്ലോപ്പ്. എപ്പോഴാണ് നെഗറ്റീവ് സ്ലോപ്പ് വരിക? നോക്ക് ഇവിടെ എപ്പോഴും നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ വരുന്നത്. ഇവിടെയൊക്കെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അതൊക്കെ പോസിറ്റീവ് സ്ലോപ്പാണ് വരുന്നത്. പോസിറ്റീവ് സ്ലോപ്പ് നല്ല രീതിയിൽ ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ എല്ലാം പോസിറ്റീവ് സ്ലോപ്പ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളത്. ഇവിടെയൊക്കെ അതാണുള്ളത്, പോസിറ്റീവാണ്. ഇനി നമ്മൾ നെഗറ്റീവ് വരുന്നതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ? f(x) = x² എന്ന് എടുക്കുക. നെഗറ്റീവ് സൈഡിൽ f(x) = x², x belongs to -∞ 0, ഓപ്പൺ ഇൻ്റർവൽ -∞, ക്ലോസ് ഇൻ്റർവൽ 0. അപ്പം എന്ത് വരും? -1 എടുത്ത് വിചാരിക്കുക. -1 എന്താ ഇമേജ്? -1 തന്നെ അല്ല, -1 +1, -1 +1 ആണ് ഇമേജ്. എന്തായാലും ഇവിടെ നോക്ക് f'(x) എന്താ വരിക? f'(x) 2x ആ വരിക. f'(x) 2x. f'(1) എന്താ വരിക? -1 എന്താ വരിക? f'-1 എന്താ വരിക? f'-1 വരിക. f'(-1) വരിക 2 × -1 = -2 <0. നെഗറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവാണ് ഡെറിവേറ്റീവ് വരുന്നത്. അതുകൊണ്ട് ഇത് ഡിക്രീസിങ് ആണ്. ക്ലിയർ അല്ലേ? ഡിക്രീസിങ് അല്ലേ? നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. വലത്തോട്ട് പോകും തോറും താഴ്ന്ന് വരിക ചെയ്യണത്. ഇനി അത് മാത്രമല്ല, ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ നോക്ക് ഇങ്ങനത്തെ ടാൻജൻറ്റാണ് കിട്ടുന്നത്. ഉണ്ടോ? ഇവിടെ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ടാൻജൻറ്റ്, ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ടാൻജൻറ്റ് ഇങ്ങനെയാണ് ചെരിവ്. അതുകൊണ്ട് അതെന്താ? ഇങ്ങനെ ചെരിവായതുകൊണ്ട് അത് നെഗറ്റീവാണ്. ഇങ്ങനെ ടാൻജൻറ്റ് വന്നാൽ നെഗറ്റീവ്, ഇങ്ങനെ ടാൻജൻറ്റ് വന്നാൽ പോസിറ്റീവ് അല്ലേ? ഇങ്ങനെ ടാൻജൻറ്റ് വന്നാൽ പോസിറ്റീവ്. അറ്റ്ലീസ്റ്റ് വലത്തോട്ട് പോകും തോറും ഉയർന്നു പോണതാണ് ഇത്, അതാണ് പോസിറ്റീവ്. വലത്തോട്ട് പോകും തോറും താഴ്ന്നു വരികയാണ് ഇവിടെ ചെയ്യുന്നത്, അതാണ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ടാൻജൻറ്റ് കിട്ടുന്ന അല്ലെ ഡിക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിളായി. ഏതാ? f(x) = x² തന്നെ ഡിക്രീസിങ്ങും ആണ് ഇൻക്രീസിങ്ങും ആണ്. അതെങ്ങനെയാണ് ഒരു അത്ഭുതം അല്ലേ? f(x) = x² തന്നെ ഗ്രാഫാണ് ഞാൻ ഇൻക്രീസിങ് ഗ്രാഫിനും എക്സാമ്പിൾ എടുത്തത്, ഡിക്രീസിങ് ഗ്രാഫിനും എക്സാമ്പിൾ. അപ്പോൾ ഒരേ ഗ്രാഫ് തന്നെ ചില സ്ഥലത്ത് ഇൻക്രീസിങ്ങും ചില സ്ഥലത്ത് ഡിക്രീസിങ്ങും ആവും. ഓക്കെ, f(x) = x² ഇങ്ങനെ പോയാൽ ഇത് ഇടത്തെ സൈഡിൽ ഡിക്രീസിങ്ങും വലത്തെ സൈഡിൽ ഇൻക്രീസിങ്ങും ആണ്. ഇടത്തെ സൈഡിൽ എന്താ ഇങ്ങനെ പോണത്? ഇടത്തെ സൈഡിൽ ഇത് ഇങ്ങനെ പോണത്, പക്ഷെ വലത്തെ സൈഡിലോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ f(x) = x², x element of -∞ 0, -∞ ക്ലോസ്ഡ് 0. ഇവിടെ ഇത് ഡിക്രീസിങ് ആണ്. പക്ഷേ 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ ഗ്രാഫ് മാത്രം എടുക്കുമ്പോൾ അത് ഡിക്രീസിങ് ആണ്, ഇത് മാത്രം എടുക്കുമ്പോൾ അത് ഇൻക്രീസിങ് ആണ്. ക്ലിയർ? ഇനി നിങ്ങൾ വേറൊരു സാധനം കുറച്ച് ആൾ ചോദിച്ചത് കോൺകേവ് അപ്വേർഡും കോൺവെക്സ് ഡൗൺവേർഡൊക്കെ പറഞ്ഞത്. ഇതാണ് കോൺകേവ് അപ്വേർഡ്, കോൺകേവ് അപ്പ് ഓർ കോൺവെക്സ് ഡൗൺ. കോൺകേവ് അപ്പിന് എന്താ വേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ മിനിമത്തിൻ്റെ കണ്ടീഷൻ. എന്തായിരുന്നു മിനിമത്തിൻ്റെ കണ്ടീഷൻ? dy/dx 0 ആവണം, d²y/dx² പോസിറ്റീവ് ആവണം. dy/dx 0യും d²y/dx² പോസിറ്റീവുമാകുമ്പോൾ നമുക്കറിയാം മിനിമമാണ് വരിക. ഈ മിനിമമാണ് ആരുടെ? കോൺകേവ് അപ്പിൻ്റെ അല്ലെങ്കിൽ കോൺവെക്സ്. അപ്പോൾ ഒരാളെ പഠിച്ചാൽ മതി, കോൺകേവ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കോൺവെക്സ് അവിടെ നിൽക്കട്ടെ, കോൺവെക്സ് അതോടെ നിങ്ങൾക്ക് കിട്ടും. കോൺകേവ് അപ്പ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ഡൗൺ ആണ്. കോൺകേവ് ഡൗൺ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് അപ്പാണ്, നേരെ തിരിഞ്ഞു വരും.
കോൺകേവ് ഡൗൺ ആണെങ്കിൽ കോൺവെക്സ് അപ്പ് വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ കോൺകേവിന് എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. കോൺകേവ് അപ്പിന് എന്താ പഠിക്കേണ്ടത് വെച്ചാൽ, കോൺകേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺകേവ് അപ്പ്. y=x² എന്ന ഗ്രാഫ് കോൺകേവ് അപ്പ് എക്സാമ്പിളാണ്. കോൺകേവ് അപ്പ് മുകളിലേക്ക് തുറന്ന് നിൽക്കുക, കോൺകേവ് അപ്പ്. അതിൽ മിനിമാണ് വരുന്നത്, സീറോയിൽ മിനിമാണ് വരുന്നത്. അപ്പോൾ dy/dx 0 ആണ്, d²y/dx² ഗ്രേറ്റർ ദാൻ 0 ആണ് മിനിമത്തിൽ വരിക. d²y/dx² ഗ്രേറ്റർ ദാൻ 0 വരും. ഇവിടെ എന്താ y=x² ആകുമ്പോൾ എന്താ വരിക, dy/dx എന്താ വരിക 2x, d²y/dx² എന്താ വരിക 2xന്റെ ഡെറിവേറ്റീവ് 2 വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അതുകൊണ്ട് ഇതെന്താ മിനിമാണ് വരുന്നത്, ഇത് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമാണ്. അപ്പം കോൺകേവ് അപ്പ് ആവാനുള്ള കണ്ടീഷനും ഇത് തന്നെയാണ്, മിനിമത്തിൻ്റെ കണ്ടീഷൻ തന്നെ. ഇനി കോൺകേവ് ഡൗൺ ആവാനുള്ള കണ്ടീഷൻ ഇതേ ഗ്രാഫ്, നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചാൽ മതി. ഈ ഗ്രാഫ് വരച്ചാൽ മാക്സിമത്തിലാണ് ഇത് വരുന്നത്. മാക്സിമത്തിന് എന്തായിരുന്നു നമുക്ക്, dy/dx 0 ആവണം, d²y/dx² ലെസ് ദാൻ 0 ആവണം. ഫോർ എക്സാമ്പിൾ ഇതേ ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ പേരെന്താ, y=-x², dy/dx എന്താ -2x, d²y/dx² എന്താ -2xന്റെ ഡെറിവേറ്റീവ് -2 നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് d²y/dx² നെഗറ്റീവ്. അപ്പം മാക്സിമം ആണ് ഉണ്ടാവുക, മാക്സിമം ഉണ്ടാവും, കോൺകേവ് ഡൗണും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ മാക്സിമം കോൺകേവ് ഡൗൺ ഒക്കെ കൂടി കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്ക് വളരെ ഈസി ആയിരിക്കും അത്. കോൺകേവും മാക്സിമം ഒക്കെ കൂടി ഒരുമിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാൻ വളരെ ഈസിയാണ്. ഈ പരാബോളൻ്റെ ഇവിടെ 0 മിനിമമാണ്, കാരണം അങ്ങനെ ചെറുതായി ഏറ്റവും മിനിമത്തിലാണ് എത്തുന്നത്. മിനിമത്തിൽ ഇതാണ് പോസിറ്റീവാണ് വരേണ്ടത്. അപ്പോൾ y=x² അതിൻ്റെ 2 ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇത് മാക്സിമമാണ് വരുന്നത്, മാക്സിമത്തിൽ d²y/dx² നെഗറ്റീവാണ് വരേണ്ടത്. അതിനുള്ള എക്സാമ്പിളാണ് -x², ഇവിടെ -2 ലെസ് ദാൻ 0 ആണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ